السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا سيدي يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിനെയും റസൂലിനെയും പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കൽ അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമാണ് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് അതിന് ഒരുങ്ങൽ ഓരോരുത്തരുടെയും ആവശ്യമാണ്. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മരണത്തെ നമുക്ക് മറികടക്കാൻ പറ്റുകയില്ല. ഏത് അവിചാരിത സമയത്തും മരണം നമ്മെ തേടിയെത്താം. മരണമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം. മരണത്തെ സന്തോഷത്തോടെ വരവേൽക്കുന്നതായാൽ തുടർന്നുള്ള നമ്മുടെ ജീവിതവും സന്തോഷകരമാകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മരണത്തെ എങ്ങനെ സന്തോഷത്തോടെ വരവേൽക്കാമെന്നാണ് തുടർന്നുള്ള ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിനായി സത്യവിശ്വാസി സദാസമയവും ഒരുങ്ങി തയ്യാറാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ കരുതലുകളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം. എന്നാൽ പരിശുദ്ധമായ ദീൻ 7 കാര്യങ്ങളിലൂടെ നമുക്ക് മരണത്തിന് തയ്യാറെടുക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, 7 കാര്യങ്ങളാണ്.
ആ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. മരണത്തെ സന്തോഷത്തോടുകൂടെ വരവേൽക്കുന്നതായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള നമ്മുടെ ജീവിതം സന്തോഷകരമാകും. മരണം നന്നാകുമ്പോൾ ഖബർ നന്നാകുന്നു, മഹ്ശറ നന്നാകുന്നു, അതിലൂടെ സ്വർഗം കിട്ടുന്നു, വിചാരണയില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു. അതിനാണ് മരണം നന്നാകണമെന്ന് പറയാനുള്ള കാരണം. ലോകത്ത് 50, 70, 60, 90, 100 വയസ്സൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുകയാണ്, എന്റെ പിതാവ് ജീവിച്ചത് ഇത്ര വയസ്സ് വരെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ആയുസ് കൂടുതലുള്ള ആളുകളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. അത് ശരിയായ വിചാരങ്ങളല്ല. ഏത് സമയത്ത് എവിടെ വെച്ച്, അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അവിചാരിത സമയത്തും മരണം നമ്മെ തേടിയെത്താം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിനു വേണ്ടി എപ്പോഴും നമ്മൾ തയ്യാറെടുത്ത് നിൽക്കണം. ഒരു ഹജ്ജിനോ അല്ലെ ഉംറക്കോ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും റെഡിയായിരിക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവര് അതുമായി ബന്ധപ്പെട്ട് തയ്യാറായിരിക്കുകയാണ്. എപ്പോഴാണ് വിളി വരുന്നത് അതനുസരിച്ചായിരിക്കണമല്ലോ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ആ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. എന്നതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജാഗ്രതയോടുകൂടി ആ മരണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇരിക്കണം. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 7 കാര്യങ്ങളിലൂടെ അതിനുവേണ്ടി തയ്യാറാകാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സമയത്തിന്റെ മൂല്യം അറിയുക എന്നത് തന്നെയാണ്. സമയത്തിന്റെ മൂല്യത അറിയണം. സമയം എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യനെ കാത്തിരിക്കുകയില്ല. സമയത്തെ ഞാനും നിങ്ങളും കാത്തിരിക്കണം. അപ്പോഴാണ് അതിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പ്രഭാതമായി ഇതേ സമയം വരെ എത്തി. നാം ചിന്തിക്കണം, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബിന് വേണ്ടി, ആ അല്ലാഹു തന്ന അനുഗ്രഹത്തിന് വേണ്ടി എന്നിൽ നിന്ന് എന്താണ് ഉണ്ടായത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് സമയത്തിന്റെ മൂല്യം അറിയുക. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്, എങ്ങനെ ധൃതി കൂട്ടുക. അൽ മുബാദറത്തു അൽ മുബാദറത്തു. ബഹുമാനപ്പെട്ടവർ പറയുന്നതാണ്, സൽക്രമങ്ങൾക്ക് ധൃതി കൂട്ടു എന്ന്. സൽക്രമങ്ങളിലാണ് നമുക്ക് ധൃതി വേണ്ടത്. ഫൈന്നമാ ഹിയൽ അൻഫാസു ലൗ ഹുബിസത് ഇൻ ഖതഅത് അൻകും അഅമാലുക്കും അല്ലതീ തതഖറബൂന ബിഹാ ഇലല്ലാഹി അസ്സ വജല്ല. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറയുകയാണ്, തീർച്ചയായും ജീവിതം എന്നുള്ളത് ചില ശ്വാസോച്ഛ്വാസമാണ്. നമ്മുടെയൊക്കെ ജീവിതം അതൊരു ശ്വാസോച്ഛ്വാസമാണ്. അതിന്
തടയിടപ്പെട്ടാൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകൾക്കുള്ള അവസരം അവസാനിക്കുന്നതാണ്. വളരെ യാഥാർത്ഥ്യമല്ലേ? നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്, നാം ചിന്തിക്കേണ്ട കാര്യമാണത്. നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുകയില്ല. നാം പല രോഗികളെയും കാണാൻ ഇടയായവരാണ്, പല രോഗികളെയും കണ്ടവരാണ്. ആ രോഗികളുടെ അവസ്ഥ എന്താണ്? അവരിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. നാം ചിലപ്പോൾ കൊടുക്കുന്ന വെള്ളമോ ഭക്ഷണങ്ങളോ അവരൊരിക്കലും ചിലപ്പോൾ ഇറക്കാൻ പറ്റാത്ത രീതിയായിരിക്കും. അല്ലെങ്കിൽ നാം പറഞ്ഞു കൊടുക്കുന്നത് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പല രീതിയിലുള്ള വിഷമങ്ങളാൽ അവർ കിടന്ന് പ്രയാസപ്പെടുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ ഹുബിസത് ഇൻ ഖതഅത് അൻകും അഅമാലുകും, അതിനെ തടയിടപ്പെട്ടാൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകൾക്കുള്ള അവസരം അവസാനിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള തതഖറബൂന ബിഹാ ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകൾ, അതൊക്കെ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അവസാനിക്കുകയാണ്. റഹിമല്ലാഹു റഅ നളറ ഇലാ നഫ്സിഹി വബകാ അലാ അദദി ദുനൂബിഹി, സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിച്ച് പാപങ്ങളുടെ എണ്ണത്തെ ഓർത്ത് കരയുന്നവനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം ഈ ആരോഗ്യവും അതുപോലെ ഈ സമയങ്ങളും എന്നും നിലനിൽക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമ്മുടെ ആരോഗ്യങ്ങളെ കൊണ്ട് എത്രത്തോളം നന്മകൾ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് ഗുണങ്ങളാണ് നൽകുന്നത്. അതാണ് ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, ആ മനുഷ്യന്റെ ആ ശരീരങ്ങളെ കൊണ്ട് അവൻ എത്രത്തോളം ചിന്തിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന് കരുണ ചെയ്യുകയാണ്, റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു തരുന്നത്. ശേഷം ബഹുമാനപ്പെട്ടവര് സൂറത്തുൽ മറിയമിന്റെ 84-ാമത്തെ ആയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമാ നഅദ്ദു ലഹും അദ്ദാ, തീർച്ചയായും അവർക്ക് നാം ഒരു നിശ്ചിത കണക്ക് എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഒരു നിശ്ചിതമായ കണക്ക് എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. അഥവാ അവർക്ക് ചില ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതം മുതൽ ഇതേ സമയം വരെ ഓരോ വ്യക്തികളും വലിച്ചു വിട്ടതായ ശ്വാസങ്ങൾക്ക് കണക്ക് നമുക്ക് പറയാൻ പറ്റുമോ? ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ എണ്ണിയിട്ടില്ല. പള്ളിയിലേക്ക് കയറി വന്നിരുന്ന് എത്രയോ ശ്വാസങ്ങളാണ് നാം വലിക്കുകയും വിടുകയും ചെയ്തത്. നമുക്ക് കണക്കുണ്ടോ? നാം അതിനെക്കുറിച്ച് ചിന്തിച്ചോ? ആരാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ നൽകിയത്? ആരാണ് നമുക്ക് ഈ സംവിധാനങ്ങൾ നൽകിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ. നമുക്ക് അല്പം നടന്നു കഴിയുമ്പോൾ ഒരു ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുള്ള, പ്രയാസങ്ങളുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്പം കിതപ്പും അല്പം പ്രയാസവും അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ
അവന് പ്രത്യേകമായി ഡോക്ടർ നിയോഗിച്ച, ഡോക്ടർ കൽപ്പിച്ച മരുന്ന് അവൻ ഉടൻ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അവന് സുഖം കിട്ടാൻ വേണ്ടി, അവന്റെ വിഷമങ്ങൾ മാറാൻ വേണ്ടി, അവന് വീണ്ടും ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവൻ അതിനുള്ളതായ മരുന്നുകൾ അവൻ കഴിക്കുകയാണ്. എന്നാൽ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, ഈ വ്യക്തി രോഗിയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ആഫിയത്ത് കൊടുത്തില്ലേ? അല്ലാഹു അവന് ആരോഗ്യം കൊടുത്തില്ലേ? ആ സമയത്ത് അവൻ ചിന്തിച്ചോ, എന്റെ റബ്ബ് ഇത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ട് പോലും ഞാൻ ആ റബ്ബിനെ കുറിച്ച് ഓർത്തില്ലല്ലോ. ഞാനൊരു രോഗിയായപ്പോൾ, എനിക്ക് വയ്യാതെയായപ്പോഴല്ലേ ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ തയ്യാറായത്. എന്റെ നല്ല ആരോഗ്യമുള്ള സമയത്ത്, എന്റെ നല്ല ആഫിയത്തുള്ള സമയത്ത് ഞാൻ എന്റെ മസൽ പവർ കാണിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ച ഒരു കാലമുണ്ടായില്ലേ? നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സമയത്തിന്റെ മൂല്യത. ആ മൂല്യം നാം അറിയണം. സമയം അല്ലാഹു വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല. 24 മണിക്കൂർ ഒരു മനുഷ്യന് ദിവസം നൽകിയിട്ടുള്ളത് അവൻ അതിനെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് അവന്റെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ ജീവിതങ്ങളിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ്. അവന്റെ ജീവിതത്തിൽ ധർമ്മങ്ങളെ കൊണ്ട് അവന്റെ ജീവിതം സജീവമാക്കാൻ വേണ്ടിയാണ്. അവന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ്. അവന് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി എന്ന് വേണ്ട, അവന് ഉറങ്ങാൻ വേണ്ടിയും അവൻ അതിന് സമയങ്ങൾ കണ്ടെത്തണം. ഭക്ഷണം കഴിക്കാൻ സമയങ്ങൾ കണ്ടെത്തണം. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അവൻ സമയങ്ങൾ കണ്ടെത്തണം. വെറുതെ മൊത്തം സമയങ്ങളെല്ലാം അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ സമയങ്ങളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. നാം എങ്ങനെയെങ്കിലും സമയങ്ങളെ തള്ളിക്കളയുകയാണ്. ഒരിക്കലും അതൊരു വിജയത്തിന്റെ അടയാളമല്ല, പരാജയത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, തീർച്ചയായും അവർക്ക് നാം ഒരു നിശ്ചിത കണക്ക് എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. അഥവാ അവർക്ക് ചില ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. അതിന്റെ അവസാന എണ്ണം എന്റെ ആത്മാവിന്റെ പുറപ്പാടാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, അതിന്റെ അവസാന എണ്ണം ആ മനുഷ്യന്റെ ആത്മാവിന്റെ പുറപ്പാടാണ്. നിന്റെ കുടുംബത്തോടുള്ള വേർപാടാണ്. ഒടുവിൽ നിന്റെ ഖബറിലേക്കുള്ള പ്രവേശനമാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ഈ വിഷയം പറയുന്നുണ്ട്. യഗ്നി അൽ അൻഫാസു ആഖിറുൽ അദദി ഖുറൂജു നഫ്സിക ആഖിറുൽ അദദി ഫിറാഖു അഹ്ലിക ആഖിറുൽ അദദി ദുഖൂലുക ഫീ ഖബരിക. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുകയാണ്. എത്ര മനോഹരമായ വാക്കുകളാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നത്. ഇന്നമാ നഅദ്ദു ലഹും അദ്ദ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണവുമായി ബഹുമാനപ്പെട്ടവർ നൽകിയ വലിയ വിശദീകരണമാണ്. അതിന്റെ അവസാന എണ്ണം നിന്റെ ആത്മാവിന്റെ പുറപ്പെടലാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നാം പിന്നെ പേരല്ല വിളിക്കുന്നത്, മയ്യത്ത്, ജനാസ എന്നാണ് നാം വിളിക്കുന്നത്. അല്ലേ? ഒരാള് മരിച്ചു, മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരല്ല നമ്മൾ പറയുന്നത്, പേരാണ് പറയുന്നത്. മുഹമ്മദിന്റെ മുഹമ്മദ് എന്നാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദിനെ കാണാൻ പോയി എന്നാണ് പറയുന്നത്. അല്ല, മയ്യത്ത് കാണാൻ പോയോ? ജനാസ എടുത്തോ? ജനാസ കുളിപ്പിക്കാൻ വെച്ചോ?
എന്നല്ലേ നാം ചോദിക്കാൻ. അത്രയും നേരത്തിലെ റൂഹ് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ വ്യക്തിയുടെ പേരാണ്. ആ മുജീബിനെ കണ്ടിരുന്നോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. മുജീബ് മരിച്ചാലോ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ? മയ്യത്ത് കാണാൻ പോയോ, ജനാസ എടുക്കോ എന്നാണ്. അത്രയും നേരം പേരുകൾ വിളിച്ചു. പിന്നീട് പേരല്ല വിളിക്കുന്നത്. റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് എന്നാണ്. എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ തറവാടിത്തമുള്ളവനായാലും അവനെ വിളിക്കപ്പെടുന്നത് എന്താണ്? മയ്യത്ത് എന്നാണ്. മയ്യത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ ശരീരങ്ങൾക്കും എണ്ണിക്കണക്കാക്കിയ ശ്വാസോച്ഛ്വാസങ്ങളുണ്ട്. അതങ്ങ് അവസാനിക്കുമ്പോൾ അത് ആ മനുഷ്യന്റെ ആത്മാവിന്റെ പുറപ്പെടലാണ്. അത് മാത്രമല്ല, നിന്റെ കുടുംബത്തോടുള്ള വേർപാടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആഖിറുൽ അദദി ഫിറാഖു അഹ്ലിക, നിന്റെ കുടുംബത്തോടുള്ള വേർപാടാണ്. അതുപോലെ തന്നെ ദുഖൂലുക ഫീ ഖബരിക, അത് നിന്റെ ഖബറിലേക്കുള്ള പ്രവേശനവുമാണ്. ഖബറിലേക്കുള്ള പ്രവേശനമാണ്. ഇഹ്യാഇന്റെ 4-ാമത്തെ വാള്യത്തിൽ ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യ സമയങ്ങൾ നമ്മെ കാത്തിരിക്കുകയില്ല. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ആ സമയങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുള്ള സമ്പത്ത്, അല്ലാഹു തന്നിട്ടുള്ള ആയുസ്, ഇതൊക്കെ വെച്ച് നാം അല്ലാഹുവിൽ തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈ ദുനിയാവിൽ വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജനാസയായി മയ്യത്തായി മാറുന്ന എന്റെയും നിങ്ങളുടെയും വലിയ മുതൽക്കൂട്ടായി നമ്മുടെ ഖബറിലേക്ക് വരികയാണ്. അതല്ലാതെ നമുക്കെന്തുണ്ട്? ഒന്നുമില്ല, ശൂന്യതയാണ്. നാം എന്ത് നന്മകൾ ചെയ്യുന്നുവോ അത് മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. വെറുതെ സമയങ്ങൾ അല്ലാഹു തന്നതല്ല. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇങ്ങനെ തുടങ്ങിയ 5 വഖത്ത് നിസ്കാരങ്ങൾ നമുക്ക് നൽകി. എല്ലാം കൂടി ഒരു സമയത്ത് വെച്ച പോലെയിരുന്നു. അരമണിക്കൂർ കൊണ്ട് 24 മണിക്കൂറിൽ അരമണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എല്ലാം ഒരുമിച്ച് ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അതിനു വേണ്ടി അങ്ങോട്ട് ആക്കിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? ഇത് അല്ലാഹു പ്രത്യേകമായി ഒരു സമയത്ത്, പ്രഭാതത്തിൽ ഒന്ന്, ഉച്ചക്കൊന്ന്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒന്ന്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒന്ന്, പിന്നെ ആ ചുവപ്പ് മായുന്ന സമയത്തൊന്ന്, ഇങ്ങനെ 5 പ്രത്യേകമായ സമയങ്ങളിലാണ് നൽകിയിട്ടുള്ളത്. ചില സമയങ്ങളിൽ ചില ദൈർഘ്യമുണ്ട്, ചില സമയങ്ങളിൽ അതില്ല. ചിലപ്പോൾ നമ്മൾ പറയും മഗ്രിബ് കഴിഞ്ഞാൽ ഒട്ടും സമയമില്ലല്ലോ, ദേശമാകെ 7:16 കൊടുക്കുന്നു, വളരെ 8 മണിക്ക് നമ്മൾ ഫ്രീ ആയി. പിന്നെ സുബഹിയോ 5:03, 5:05 സുബഹി. എത്രയോ വിശാലമായ സമയമാണ് അല്ലേ? വിശാലമായ സമയം. നമ്മൾക്ക് ചിന്തിക്കും, എന്തിനാണ് ഇത്രയും സമയം നൽകിയത്? നാം ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അതൊരു മാസത്തിൽ നമുക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ 2 മാസം രാത്രി നമുക്ക് ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ടാകും. പകല് നമുക്ക് കുറവായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ രാത്രി കുറവായിരിക്കും. പ്രത്യേകിച്ച് റമദാനൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ 4:30 ബാങ്കിന്റെ സമയമാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഓ ഇന്ന് വളരെ നേരത്തെയാണല്ലോ, കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നന്മയാണ്. മനുഷ്യനെ ഒരിക്കലും പ്രയാസപ്പെടുത്താനല്ല, അവന്റെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താനും അവന്റെ ശരീരങ്ങളെ അതാ വളരെ മനോഹരമാക്കുവാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നല്ല ചൂടുള്ള സമയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ വൃക്ഷങ്ങളുണ്ടല്ലോ, അത് രണ്ടും നല്ല ചൂടുള്ള സമയത്ത് അതാ വളരെ മൃദുലമായ രീതിയിൽ താഴ്ഭാഗങ്ങളിലേക്ക് വരും. നല്ല തണുപ്പുള്ള സമയമാണെങ്കിലോ ആ വൃക്ഷങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം അതിങ്ങനെ ഉണങ്ങിയ കാരക്ക പോലെ ചുരുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തിനാണ് അല്ലാഹു സംവിധാനിച്ചത്? മനുഷ്യന്റെ പ്രൊട്ടക്ഷനാണ്. അവന്റെ ആ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് തണുപ്പും കൊള്ളാൻ പാടില്ല, ഒരുപാട് ചൂടും കൊള്ളാൻ പാടില്ല. ശരീരത്തിന്റെ പ്രത്യേകമായ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു പ്രത്യേക സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. താടി അത് മനുഷ്യന്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള കാര്യമാണ്. താടി അത് ഒരുപാട് പ്രതിരോധ ശേഷി ആ താടിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് രോഗവുമായി ബന്ധപ്പെട്ട് അത് ഇന്ന് ആധുനിക സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പിടി താടി അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ സ്വഭാവ ഗുണങ്ങളും ശരീരഘടനകളും പറയുന്ന സ്ഥലത്ത് വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ താടി രോമങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നന്മകൾ അതിലൂടെയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ രോമങ്ങളെ തന്നെ അവൻ അതാ കൃത്യാസമയങ്ങളിൽ അതിനെ അവൻ റിമൂവ് ചെയ്യണം, അതിനെ അവൻ ഒഴിവാക്കണം. അതുകൊണ്ടല്ലേ 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്റെ ഗുഹ്യ രോമങ്ങളെ അവൻ നീക്കം ചെയ്യണം. അങ്ങനെ നീക്കം ചെയ്തില്ലെങ്കിൽ അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയില്ല എന്ന് തന്നെ ഫുഖഹാക്കൾ പഠിപ്പിച്ചില്ലേ? കാരണം എന്താ? അത് അത്ര മലീനസമാണ്. ഞാനും നിങ്ങളും നല്ല നല്ല മണമുള്ള പെർഫ്യൂമുള്ള നല്ല വൃത്തിയുള്ള സോപ്പിട്ട് കുളിച്ച് നാം വൃത്തിയായി നാം റൂമിലേക്ക് കടന്നു വന്നാലും നമ്മുടെ ചുരുങ്ങിയ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ നാം ചെറിയൊരു വേർപ്പ് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ കൈകൾ തൊട്ടുകൊണ്ട് നാം ഒന്ന് സ്മെല്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കുളിച്ച് കയറി വന്നതാണല്ലോ, എന്നാലും അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന് പ്രത്യേകമായ ഒരു വാസന വരും. എന്നാൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള ആ രോമങ്ങളെ വൃത്തിയാക്കലും ശുദ്ധിയാക്കലും അവന്റെ ശരീരത്തെ നിലനിർത്താൻ, അവന്റെ ശരീരത്തെ ഭംഗിയാക്കാൻ, അഴകാക്കാനുള്ള വഴിയാണ്. അവൻ ഒരിക്കലും രോഗിയായി മാറാൻ പാടില്ല. അതുകൊണ്ടല്ലേ നഖം തന്നെ വെട്ടാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായ രീതിയിലാണല്ലോ. വലത് കൈയിന്റെ ചൂണ്ടുവിരൽ മുതൽ അതാ ചെറുവിരൽ വരെ, പിന്നെയാണ് തള്ളവിരൽ വെട്ടേണ്ടത്. ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ വെട്ടണം. അതും ഇന്ന് ശാസ്ത്രപരമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമായി അതെല്ലാം കൃത്യമായ രീതിയിൽ ഇന്ന് കണ്ടുപിടിക്കുകയാണ്. പനി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കാലഘട്ടത്തിൽ നല്ല തണുപ്പുള്ള വെള്ളത്തിൽ അതുപോലെ തന്നെ ശീലകൾ നനച്ചുകൊണ്ട് തലയിലിടാറുണ്ടായിരുന്നു. ഇന്ന് ആ സംവിധാനം ഇന്നും നടക്കുന്നില്ലേ? അതുപോലെ കുടിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഒരിക്കലും ഊതാൻ പാടില്ല. ടെക്നോളജി ഇല്ലാത്ത, ആധുനിക സയൻസിന്റെ വലിയ വർധനവില്ലാത്ത കാലഘട്ടത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ അരുത്, അങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്താൽ അതിൽ വിഷാംശങ്ങൾ കൂടുകയാണ്. ആ വിഷാംശങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശരീരങ്ങളിൽ പല അണുക്കൾ ഉണ്ടാകാൻ കാരണമാണ്. മീശ വെട്ടണം. ഇതെങ്ങനെയാണ്? നല്ല കട്ടമീശ വെച്ചുകൊണ്ട്
ഒന്ന് ചായ കുടിക്കുക, അല്ലെങ്കിൽ നല്ല ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ നല്ല വീശിയുള്ള വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ജ്യൂസിന്റെ അതിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ അവന്റെ വീശയുടെ ഭാഗത്തിരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പാടില്ല. അതിങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിനും രോഗാണുക്കളുണ്ട്, അതിനും ഒരുപാട് കംപ്ലൈന്റുകളുണ്ട്. അതുകൊണ്ട് ചുണ്ടിന്റെ ചുവപ്പ് കാണും വിധം വെട്ടണം. ചുണ്ടിന്റെ ചുവപ്പ് കാണും വിധം. അല്ലാതെ ഭീകരവാദിയെ പോലെ ചില ആളുകളെ കണ്ടിട്ടില്ല നമ്മള്, മീശക്കിങ്ങനെ പഠിച്ചു പിന്നെ താടിങ്ങനെ നീട്ടി. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചില ആളുകൾ അതാ സുന്നത്ത് എന്താണ്? ചുണ്ടിന്റെ ചുവപ്പ് കാണും വിധം മീശ വെട്ടണം എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ താടി രോമങ്ങൾ, ഇന്ന് മുസ്ലിമീങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ചില ആളുകളുടെ താടി വളർത്തൽ കാണുമ്പോൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് ഇസ്ലാമാണോ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ 4 മദ്ഹബിന്റെ ഏതെങ്കിലും ഇമാമിങ്ങൾ അങ്ങനെ താടികൾ വളർത്താ മനുഷ്യന്റെ കോലങ്ങൾ മാറ്റിക്കളയുന്ന രീതിയിൽ താടി വളർത്താൻ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പോലെയുള്ള സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഹദീസുകൾ അതിലൊക്കെ നാം പരിശോധിക്കുമ്പോൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി വളരെ വൃത്തിയായി തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് പ്രത്യേകമായ ലിമിറ്റുകളുണ്ട്. റസൂലുള്ള മുടി വളർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വളർത്തിയത്? ചെവിക്കുറ്റി വരെയാണ് റസൂലുള്ള മുടി വളർത്തിയത്. ഇന്നിപ്പോൾ മുടി വളർത്തുന്നത് കണ്ടാൽ അല്ലാഹ് പരിശുദ്ധമായ ദീനിനെ കരിവാരി തേക്കുന്ന തരത്തിലല്ലേ, ആണേതാ പെണ്ണേതാ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ്. ഇന്നലെ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ചായ കുടിക്കാൻ കയറിയ കടയിലേക്ക് ഒരു പ്രിയപ്പെട്ടവർ കടന്നു വന്നു. ഞാൻ നോക്കുമ്പോൾ പെണ്ണാണെന്ന്, പക്ഷേ പെണ്ണല്ല, ഒരാണായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നീണ്ട വലിയ മുടി വീഴ്ത്തി പ്രത്യേകമായ കോലത്തിൽ മുടിയൊക്കെ പിന്നിട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇസ്ലാം ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം വളരെ വ്യക്തമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആ രീതിയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടുപോകേണ്ടത്. അല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഒരു ജീവിതം നാം കാഴ്ചവെക്കാൻ പാടില്ല. ദീനിനൊരു പ്രത്യേകമായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ദീനിനെ വളച്ചൊടിക്കാൻ പാടില്ല. ഞാൻ എന്താണ് ഇതൊക്കെ പറയാനുള്ള കാരണം? നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ അത് കൃത്യമായി ഉപയോഗിക്കും. വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടുന്ന സുന്നത്താണ്. താടി രോമങ്ങൾ അത് മാറ്റിവെക്കരുത്. ആ ദിവസത്തിൽ തന്നെ അതിനുള്ള സമയങ്ങൾ കണ്ടെത്തണം. ഇനി വെള്ളിയാഴ്ച നമുക്ക് രാവിലെ സമയം കിട്ടിയില്ല, വ്യാഴാഴ്ച ഒരു കഴിഞ്ഞിട്ട് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. നമ്മളൊക്കെ എപ്പോഴാണ് മുടി വെട്ടണം? ഞായറാഴ്ച. കാരണം എന്താ? ഞായറാഴ്ച നമുക്ക് ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ആളുകളുടെ ഇടയിൽ നമുക്ക് ചെല്ലണം. വെള്ളിയാഴ്ച വെട്ടിയാലോ പിന്നെ വീണ്ടും മുളച്ചു വരൂലേ? നമ്മുടെ അഴകിന് ഒരുപാട് കോട്ടം വരൂലേ? അല്ലെങ്കിൽ നമ്മൾ കറുപ്പിച്ചത് ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് വെളുത്തു വരൂലേ? ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. പക്ഷേ നമുക്ക് പ്രത്യേകമായ സമയങ്ങൾ ഓരോന്നിനും തന്നിട്ടുണ്ട്. ആ സമയങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ വളരെ ചിട്ടപ്പെടുത്തുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വിജയങ്ങളാണ്. അതുകൊണ്ടാണ് സമയത്തിന് നാം ഒരുപാട് മൂല്യത കൊടുക്കണം. അത് മനസ്സിലാക്കുന്ന സമയത്തിന്റെ വില. കാരണം എവിടെ വെച്ച് എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ആഖിറുൽ അദദി ദുഖൂലുക ഫീ ഖബ്രിക
ഒടുവിൽ നിന്റെ ഖബറിലേക്കുള്ള പ്രവേശനമാണത്. ആ ഖബറിലേക്ക് നീ അങ്ങ് കടന്നാൽ പിന്നെ നിന്നെ ആരും നോക്കാനില്ല. ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ദുനിയാവിൽ വയ്യാതെ കടന്നാൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബാദികളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ആരുമില്ല. ദുനിയാവിൽ നാം ചെയ്ത നന്മയും അല്ലാഹ് തന്ന സമയങ്ങളിൽ ചെയ്ത ഇബാദത്തുകളുമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ മൂല്യതകൾ മനസ്സിലാക്കണം. 7 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് സമയത്തിന്റെ മൂല്യത അറിയുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം, പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.